അപ്പോൾ എൻ്റെ പേര് ടോണി. ഇപ്പം ഞാൻ നിങ്ങളിരിക്കുന്ന ഈ ക്ലാസ്സിൽ തന്നെ ഇരുന്ന് പഠിച്ച ഒരാളാണ്. അപ്പം ഞാനിപ്പോൾ 1.5 വർഷമായിട്ട് ജർമ്മനിയിലാണ്. അവിടെ ജർമ്മനിയിൽ ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന ഒരു കോഴ്സാണ് ഞാൻ പഠിക്കുന്നത്. നിങ്ങൾ ആ കോഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സാണ്. അപ്പം നമ്മളിപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്കും മൊത്തത്തിൽ 4.5 വർഷത്തെ കോഴ്സാണ് മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ ആദ്യത്തെ 3.5 വർഷം എന്ന് പറയുമ്പോഴത്തേക്കും ഹൗസ് ബിൽഡിംഗ് കോഴ്സ് പോലെ തന്നെ നമുക്ക് സ്റ്റൈഫൻഡോട് കൂടിയുള്ള പഠിത്തവും, പിന്നെ 1.5 വർഷം എന്ന് പറയുമ്പോഴത്തേക്കും അത് നമുക്ക് എന്താ പറയുന്നത് ഒരു മൈസ്റ്റർ കോഴ്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ അതിൻ്റെ ഈ ഒരു കോഴ്സിന്റെ ഇച്ചിരി കൂടെ ഒരു ടോപ്പ് ലെവലിലേക്ക് പോകുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ ഈ ഒരു 3.5 വർഷത്തിൽ നമ്മൾ ആദ്യത്തെ ഒരു വർഷം നമ്മളിപ്പോൾ ഈ പ്രോഗ്രാമിങ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രിക് കോമ്പോണൻസ്, അങ്ങനത്തെ ഇലക്ട്രിക് കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ആദ്യത്തെ ഒരു വർഷം പഠിക്കുന്നത്. അപ്പം ഇപ്പം എൻ്റെ ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ടും ഈ പ്രോഗ്രാമിങ്, ഓട്ടോമേഷൻ, അങ്ങനത്തെ അതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കും. പിന്നെ സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എന്ന് പറയുമ്പോഴത്തേക്കും പ്രോഗ്രാമിങ്, അതുപോലെ തന്നെ ഈ ഇലക്ട്രിക്കലിൻ്റെ അതിനെക്കുറിച്ച് ഇച്ചിരി കൂടെ ഒരു അടുത്തൊരു ലെവലിലേക്ക് കുറിച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് എന്താ പറയുന്നത് പ്രാക്ടിക്കലും ഒരു തിയറി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് വരുന്നത്. നമുക്കിപ്പം എനിക്ക് ഇപ്പോൾ ഒരാഴ്ചയിൽ 2 ദിവസം ക്ലാസ്സും 3 ദിവസം അവിടെ കമ്പനിയിൽ ജോലിയായിട്ടാണ് വരുന്നത്. അപ്പം ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മൊത്തം 4 പീരീഡ് ഉണ്ട്. ഇത് 2 പീരീഡ് പ്രാക്ടിക്കലായിട്ടും ആൾക്കാരുടെ വർക്ക് സ്റ്റാർട്ട് ഉണ്ട്. അപ്പോൾ അവിടെ പോയി നമ്മൾ പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് ഇതിനെക്കുറിച്ചുള്ള പ്രോഗ്രാമിങ് കാര്യങ്ങളെല്ലാം പഠിക്കും. അതിന് 2 പീരീഡ് തിയറിയും പഠിക്കും. അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഈ പഠിച്ച കാര്യങ്ങൾ തന്നെ നമുക്ക് കമ്പനിയിൽ നമുക്ക് അവിടെ കുറച്ച് ജോലി ചെയ്യുന്നവരെ കാണിച്ചു തരിക, അതിനെക്കുറിച്ച് പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജ് ആണെങ്കിലും അവിടെ ടീച്ചേഴ്സ് നമ്മൾ നല്ല സപ്പോർട്ടീവാണ്. അപ്പോൾ അവർ പറഞ്ഞു തരാനായിട്ടും എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും എല്ലാം നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇത് പഠിച്ചിറങ്ങിയ ഏതൊക്കെ ഫീൽഡിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഇതിന്റെ സ്കോപ്പ് എന്തൊക്കെയാണ്? നമ്മളിത് ഹാൻഡ് വർക്ക് ആയിട്ടുള്ള ഒരു ജോലിയാണിത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇൻഡസ്ട്രിയൽ ആണെങ്കിലും നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ പഠിച്ചാൽ പോലും നമുക്ക് ഇലക്ട്രിക്കലിന്റെ അറൗണ്ട് ഒരു 60% നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പം എല്ലാ മേഖലയിലും നമുക്ക് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടും. അതുകൊണ്ട് തന്നെ ഇത് പഠിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ജർമ്മനിയിൽ എന്ത് ഇലക്ട്രിക് മേഖലയിലാണെങ്കിലും, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഹൗസ് ടെക്നിക് ആണെങ്കിലും, അല്ലെങ്കിൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരുപാടധികം കമ്പനീസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം പേരുകേട്ട ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ സീമെൻസ് പോലെയുള്ള വലിയ വലിയ കമ്പനീസ് അവിടെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനത്തെ ഇഷ്ടംപോലെ കമ്പനികൾ നമുക്ക് പല മേഖലയിലും, മെക്കട്രോണിക്സ് ആണെങ്കിലും അങ്ങനത്തെ ഒരുപാടധികം മേഖലകളിൽ നമുക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചാൽ നമുക്ക് ജോലിക്ക് കയറാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഈ കോഴ്സ് സ്റ്റൈഫണ്ട് എത്രയാണ്? പിന്നെ ഈ ഫീൽഡിൽ ഗേൾസിൽ കയറാൻ പറ്റുമോ? അപ്പം ഇത് സാലറി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന് സാലറി എന്നാണ് പറയുന്നത്, സ്റ്റൈഫൻ എന്നല്ല ഇത് പറയുന്നത്. അപ്പം നമുക്കിപ്പോൾ ഓരോ വർഷവും ഓരോ എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അറൗണ്ട് ഒരു 1200-300 ഇടയ്ക്ക് യൂറോ കിട്ടും. സെക്കൻഡ് ഇയർ നമുക്കൊരു 1400 അടുത്തും, തേർഡ് ഇയർ ആകുമ്പോഴത്തേക്ക് ഒരു 1500 അടുത്തും കിട്ടും. അതുപോലെ തന്നെ ഈ എക്സ്പെൻസ് മീറ്റ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോ സിറ്റിയും അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ അത് ചിലവാക്കുന്ന അനുസരിച്ചിരിക്കും. ഇപ്പോൾ ചില സിറ്റികളിൽ സാധനങ്ങളുടെ വിലയും അതുപോലെ തന്നെ കിട്ടുന്ന സ്റ്റൈഫനും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ചിലവാക്കുന്നതും കൂടുതലായിരിക്കും. അത് തന്നെ ഇപ്പൊ ഇച്ചിരി ഉള്ളേരിയ ആയിട്ടുള്ള സിറ്റീസ് ഒക്കെ ആണെങ്കിൽ അവിടെ കിട്ടുന്ന സ്റ്റൈഫൻഡും അതിനനുസരിച്ച് വേരി ചെയ്യും. അതുപോലെ ഗേൾസിന്റെ ഈ ഒരു ഫീൽഡ്, ഗേൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പം ആയി വരുന്നുണ്ട്. ഞാൻ പഠിക്കുന്ന ക്ലാസ്സിലാണെങ്കിലും ബോയ്സ് ആണ് കൂടുതൽ, ഗേൾസ് ആണെങ്കിലും അത്യാവശ്യം ആയി വരുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിന്റെ ഈ ഒരു ഇലക്ട്രിക് ഈ ഒരു ഫീൽഡിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഈ ജർമ്മനിയിൽ ഹൈ ആണ്. കാരണം വെച്ചാൽ ഇപ്പം അത് ഹാൻഡ് വർക്ക് ആയിട്ടുള്ള എന്ത് ജോലിയാണെങ്കിലും ജർമ്മനിയിൽ ഭയങ്കര സ്കോപ്പുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പം ഇൻഡസ്ട്രി ആണെങ്കിലും ഇപ്പൊ ഈ ഒരു കോഴ്സ് പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വേറെ ഒരുപാടധികം ഫീൽഡിലേക്ക് പോകേണ്ട ഒരു സാധ്യതയും കൂടി ഉണ്ട്. ഹായ്, ഞാൻ ലയോണ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ലാംഗ്വേജ് ഒരു ബാരിയർ ആയിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അപ്പം ജർമ്മനി ലാംഗ്വേജ് ഒരു ബാരിയർ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി ബാരിയർ ആയിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ പഠിച്ച ജർമ്മനുമായിട്ട് ഇച്ചിരി ഡിഫറൻസ് കാണും അവിടെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡയലക്റ്റ് കാണണം. നമ്മളിവിടെ ഈ തൃശ്ശൂർ അവിടെ ഓരോരോ സ്ഥലങ്ങളിൽ ഡയലക്റ്റ് വ്യത്യാസമുണ്ടല്ലോ, അതുപോലെ തന്നെ അവിടെയും ചില ഡയലക്റ്റുകൾ വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ റീജിയണിൽ ചെല്ലുമ്പോഴത്തേക്കും അങ്ങനെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാണ്ട് ഒരു ഇച്ചിരി പാടായിരിക്കും. പക്ഷേ ഇപ്പം ഞങ്ങൾ പഠിക്കുന്ന സ്കൂളിലാണെങ്കിലും ഒരുപാടധികം വേറെ രാജ്യക്കാരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ടീച്ചർമാരൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല തന്നെ സപ്പോർട്ട് ചെയ്യും. എന്താ പറയുന്നത് ലാംഗ്വേജ് ഇച്ചിരി അവര് നമ്മൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരുന്നതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും വാക്കുകൾ മനസ്സിലാകാത്ത രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ തന്നെ അവർ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ടീവ് ആണ് നമുക്ക്. പിന്നെ എന്തെന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു മിനിമം ഒരു വർഷമെങ്കിലും എടുക്കും അത്യാവശ്യം അവർ പറയുന്ന രീതിയിൽ നമ്മളൊന്ന് കേട്ട് അത്യാവശ്യം മനസ്സിലാകുന്ന ആ ഒരു ഫോമിലേക്ക് എത്താനായിട്ട്. എല്ലാവർക്കും ഈ കോഴ്സിനെ കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ചൂസ്. ഓക്കെ, അപ്പൊ ടോണി അങ്ങനെ 1.5 വർഷത്തിന് ശേഷം ജർമ്മനിയിൽ നിന്ന് തെരേസൻ അക്കാഡമിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ക്ലാസ് റൂമിലൊക്കെ കയറി അല്ലേ? അപ്പൊ ഒരുപാട് ഓർമ്മകളൊക്കെ പുതുക്കി കാണും.
ഓക്കെ, അപ്പൊ എന്ത് തോന്നുന്നു തെരേസിൻ അക്കാഡമിയിലേക്ക് തിരിച്ചു വന്നപ്പോ എന്താ ഫീൽ ചെയ്യുന്നത്? ഒരുപാടധികം സന്തോഷമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ ക്ലാസ് റൂമിലൂടെയും പഴയ ടീച്ചർമാരും എല്ലാവരും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കുറെ ഓർമ്മകൾ പുതുക്കാനും പറ്റി. അതുപോലെ തന്നെ പണ്ടിവിടെ പഠിച്ചപ്പോഴാണേലും ഇവിടെ എല്ലാവരും ഒരു ഫാമിലി പോലെയായിരുന്നു. അപ്പം ഇപ്പൊ ആണെങ്കിലും ജർമ്മനിയിൽ എത്തിയപ്പോഴാണേലും ഞങ്ങളാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ തമ്മി കാണാറും അതുപോലെ തന്നെ ഇടയ്ക്ക് തെരേസിന് മീറ്റപ്പ് ഒക്കെ വെക്കാറുള്ളതുകൊണ്ട് തന്നെ ആ ഒരു കണക്ഷൻ ഒട്ടും തന്നെ പോകുന്നില്ലാത്തതുകൊണ്ട് വളരെയധികം സന്തോഷം തോന്നുന്നു. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ജർമ്മനി ചെന്നാൽ പോലും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു ടോണി. ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മുടെ അക്കാഡമിയിൽ തന്നെ പഠിച്ചിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യാൻ വന്നതിന് ഒരുപാട് താങ്ക്സ്. പിള്ളേരായിട്ടാണെങ്കിലും ഇന്ററാക്ട് ചെയ്തപ്പോൾ അവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ പുതിയൊരു കോഴ്സും കൂടെ നമുക്ക് അവരിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റി. അപ്പം ഇനി എന്നാ തിരിച്ചു പോന്നേ? ഞാൻ ഇനി അടുത്ത ചൊവ്വാഴ്ച പോകും. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.